അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹമുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്വയോടെ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തക്വ നിലനിർത്തി ജീവിക്കുന്ന ഇഖ്ലാസുള്ളവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ 4 ആയത്തുകളാണ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് 5-6 ആയത്തുകൾ പഠിക്കാം. ഈ 4 ആയത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, ഒന്നാമത്തെ ആയത്ത് അലിഫ് ലാം മീം കേവലാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രണ്ടാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ ഖുർആനിനെ, തൻസീലുൽ കിതാബ് അല്ലേ, ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ലാ റൈബ ഫീഹി, അതിൽ നമുക്ക് സംശയം വേണ്ട എന്നതാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്, പക്ഷേ മക്ക മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഇഫ്തിറ ആണ്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ച് പറയാണ്, അത് കുറേ പുരാണ കഥകളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതെന്തല്ല, ശരിയല്ല. ഖുർആൻ ഹക്കാണ്, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്, ലാ റൈബ ഫീ ആണ്, അതിലൊരു സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹു ആരാണെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ അർശ്, ആ അർശിൽ ഇരിക്കുന്നവനായ റബ്ബ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും മുകളിൽ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം താഴെയാണ്, സർവ്വ സൃഷ്ടികളും റബ്ബിൻ്റെ കീഴിലാണ്. റബ്ബാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ, അവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ. ഇനി അടുത്ത 5-ാമത്തെ ആയത്തിൽ അത് തന്നെയാണ് അല്ലാഹ് പറയുന്നത്. എല്ലാത്തിൻ്റെയും മുകളിലുള്ള, അർശിൻ്റെ മുകളിലുള്ള റബ്ബ് ഈ ലോകത്തുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്നതാണ്. ഇൻഷാ അല്ലാഹ് ആയത്തുകൾ നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون ذلك عالم الغيب വശ്ശഹാദത്തിൽ അസീസുൽ റഹീം. ഇൻഷാ അല്ലാഹ് ഈ 2 ആയത്തുകളാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. എന്താ അതിൽ അള്ളാഹു പറയുന്നത്? യുദബ്ബിറു. തദ്ബീർ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നാണ് അർത്ഥം. മുദബ്ബിർ അല്ലേ, അള്ളാഹുവാണ് നിയന്താവ്. നമ്മൾ നേരത്തെ റബ്ബ് എന്ന് പറഞ്ഞപ്പോൾ, റബ്ബ് എന്ന് പറയുന്ന ഒരു ഇസ്മിന് എപ്പോഴാണ് ഒരാൾ യോഗ്യനാവുക? റബ്ബിന് 3 സിഫത്തുകളെ പണ്ഡിതന്മാർ പ്രത്യേകം എണ്ണി. ഒന്ന് മുൽക്കാണ്, അധികാരമാണ്. മറ്റൊന്ന് തദ്ബീർ, നിയന്ത്രണമാണ്. മറ്റൊന്ന് ഖൽക്കാണ്, സൃഷ്ടിപ്പാണ്. ഈ 3 ഉള്ളവനാണ് റബ്ബ്. അപ്പോൾ ഇത് 3 ഉള്ളത് ആരാണ്? അള്ളാഹുവിന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് റബ്ബ് അള്ളാഹുവാണ്, കാരണം അള്ളാഹുവാണ് നിയന്താവ്. അപ്പം മുദബ്ബിർ, നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. യുദബ്ബിറു, നിയന്ത്രിക്കുന്നു അല്ലേ. യുദബ്ബിറു, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, വ്യവസ്ഥപ്പെടുത്തുന്നത്. എന്തിനെ? അൽ അംർ, എല്ലാ കാര്യത്തെയും, എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ അതിനെയൊക്കെ. എവിടെ നിന്ന്? മിനസ്സമായി, ആകാശത്ത് നിന്ന്, ഇലൽ അർളി, ഭൂമിയിലേക്ക്. അപ്പോൾ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, ഇതിനെ വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. എന്താണ് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്.
മറ്റൊന്ന് ആകാശത്തിലാണ് അള്ളാഹു, അല്ലെ? അള്ളാഹു ഉന്നതിയിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിന് മുകളിൽ, ഉന്നതിയിൽ, അല്ലെ? അള്ളാഹു ഉന്നതിയിലാണ് എന്നാ നമ്മൾ പറയാം, മുകളിലാണ്. അപ്പൊ മുകളിലുള്ള അള്ളാഹു ഭൂമിയിലുള്ള എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നു. അതാണ് ലോകത്തെ നിലവിലുള്ള വ്യവസ്ഥ. അള്ളാഹു എന്ത് ചെയ്യും? ആ അർഷിൽ നിന്ന് റഹ്മാനായ റബ്ബ് ഈ ഭൂമിയിലേക്കുള്ള കാര്യങ്ങളെയെല്ലാം തീരുമാനിക്കും. മഴ പെയ്യിക്കണോ, അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചില പുരോഹിതന്മാർ മഴ പെയ്യിക്കുമ്പോൾ അത് നിർത്തും, അല്ലെ? അങ്ങനെയൊക്കെയാണ് ചില ആളുകളുള്ളത്. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മഴ പെയ്യിക്കുന്നതും വെയിൽ വരുത്തുന്നതും കാലാവസ്ഥകളുടെ മാറ്റങ്ങൾ വരുത്തുന്നതും ഇതൊക്കെ ആരാണ്? റഹ്മാനായ റബ്ബാണ്. അപ്പൊ അത് റബ്ബിന്റെ കൽപ്പന എവിടേക്ക് എത്തും? മലക്കുകളിലേക്ക് എത്തും. മലക്കുകൾ അത് നടപ്പിലാക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾ മലക്കുകളിലേക്കും ഈ ഭൂമിയിലുള്ളവരിലേക്കും എത്തിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? ഈ ഭൂമിയിലുള്ള ആളുകൾ നടപ്പിലാക്കുന്നു. എന്നാൽ ഒരു ദിവസം എന്ത് ചെയ്യും? സുമ്മ യഅറുജു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയരും. അറജ യഅറുജു എന്ന് പറഞ്ഞാൽ, അല്ലെ, നമ്മൾ മിഅറാജ് എന്ന് കേട്ടിട്ടുണ്ടാവും. ആകാശാരോഹണം എന്നാണ് അതിനർത്ഥം. അപ്പോൾ കയറിപ്പോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യഅറുജു ഇലൈഹി, അള്ളാഹുവിലേക്ക് കയറും. എന്ത്? ഈ കാര്യം, ഈ അമ്ര, അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, യുദബ്ബിറുൽ അമ്ര. അമ്ര അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. മിനസ്സമായിലല്ല, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്കുള്ള, ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം. ഇനി ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, അതല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ മുഖേന അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇവിടെ നടപ്പിലാക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, പിന്നീട് ആ കൽപ്പന, അതല്ലെങ്കിൽ ആ നിയന്ത്രണം മുഴുവൻ ആരിലേക്ക് പോകും? റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പിന്നീട് അതിന്റെ ഉടമസ്ഥൻ. എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളിൽ പിന്നെ ഒരാളിലേക്കുമില്ല. പിന്നെ ലോകത്തിന്റെ മുഴുവൻ അധികാരവും എല്ലാം അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന്, അനൽ മലിക്, ഞാനാണ് രാജാധിപൻ. ആരാണ്? ഞാനാണ് അധികാരി. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് വേറെ ആർക്കാണ് അധികാരമുള്ളത്? അപ്പോൾ അന്ന് എല്ലാ മുൽക്കും അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. അത് അള്ളാഹു മറ്റൊരാൾ മുഖേനയും നടപ്പിലാക്കുകയില്ല. ഇനി ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ? ഫീ യൗമിൻ, ആ ദിവസം, കാന മിഖ്ദാറുഹു, അതിന്റെ തോത്, മിഖ്ദാർ എന്ന് പറഞ്ഞാൽ അതിന്റെ തോത്, കണക്ക്, അളവ്, അൽഫസന, 1000 വർഷമായിരിക്കും. അപ്പോൾ മിമ്മ തഅുദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന, അപ്പൊ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങൾ, ആ വർഷത്തിന്റെ 1000 കൊല്ലത്തിന്റെ അളവുള്ള ദിവസമായിരിക്കും. ഏത്? അന്ന്. അഥവാ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇപ്പൊ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന മറ്റൊന്നാണല്ലോ, നമ്മൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് മആരിജിൽ വായിക്കുന്നുണ്ടല്ലോ, തഅറുജുൽ മലായികതു വറൂഹു ഇലൈ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസങ്ങൾ. അതാണ് പരലോകം. അപ്പൊ പരലോകം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല? ഒരു 50,000 വർഷം അതല്ലെങ്കിൽ 1000 വർഷം എന്നൊരു ക്ലിപ്തമായ കണക്ക് പറയുകയല്ല എന്നാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി തഫ്സീറിൽ പറയുന്നത്. എന്ന് വെച്ചാൽ അത്ര സുദീർഘമായതല്ലെങ്കിൽ അത്ര ഭീകരമായ ഗൗരവമായ ദിവസങ്ങളാണ് എവിടെയുള്ളത്? പരലോകത്തുള്ളത്. അതാണല്ലോ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ആ ദിവസം എന്തല്ല, അത്ര എളുപ്പമല്ല. അലൽ കാഫിരീന ഗൈറു യസീർ, കാഫിറുകൾക്ക് അത്ര എളുപ്പമായി കടന്നു പോകാൻ പറ്റുന്ന ദിവസങ്ങളല്ല ഏത്? പരലോകത്തിന്റെ ദിവസങ്ങൾ. അതത്ര പ്രയാസമാണ്, അസീറായിരിക്കും എന്നുള്ളതാണ്, പ്രയാസകരമായിരിക്കും. കാരണം അതത്ര സുദീർഘമാണ്. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതൊരു നമസ്കാരം കഴിയുന്ന സമയമാണ് ഉണ്ടാവുകയുള്ളൂ. ഒരു നിസ്കാരത്തിന്റെ സമയം എത്രയാണോ ആ ഒരു സമയമാണ് ആർക്കുണ്ടാവുള്ളൂ? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ, ഇത്രയും സുദീർഘമായുള്ള ഖിയാമത്ത് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ആ പരലോകം എന്ന് പറയുന്നത് ഉണ്ടാവുക എന്നാണ്. എന്നായാലും സഹോദരങ്ങളെ, ഈ അള്ളാഹുവാണ് ലോകത്തിന്റെ നിയന്ത്രണം, അല്ലെ? ഇപ്പൊ നമ്മൾ അർഷുമായി ബന്ധപ്പെട്ടാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ അർഷുമായി ബന്ധപ്പെട്ട് അള്ളാഹു അർഷിൽ ഉപവിഷ്ടനായി എന്നുള്ള ആയത്തുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിനുശേഷം അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ സൂറത്തു ത്വാഹയിൽ ഉദാഹരണം പറയാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു അതിന്റെ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു അർഷിൽ ആരോഹിതനായി. അപ്പോ അതിന്റെ 6-ാമത്തെ ആയത്ത്, ഈ ആയത്ത് കഴിഞ്ഞ് തൊട്ട ആയത്ത് ഏതാ? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്,
ആകാശഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. വമാ തഹ്തസറ, മണ്ണിനടിയിലുള്ളതും എല്ലാം റബ്ബിൻ്റെയാണ്. അപ്പൊ അർഷിനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയും ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള ആയത്തിൽ പഠിച്ചത് എന്താ? അള്ളാഹിൻ്റെ അർഷിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് അള്ളാഹ് പറയുന്നത് എന്താ? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അല്ലേ? അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ്. ഇത് സൂറത്തു ഹദീദിലുണ്ട് 4-ാമത്തെ ആയത്ത്, സൂറത്തു യൂനുസിലെ 3-ാമത്തെ ആയത്ത്, സൂറത്തു റാദിലെ 2-ാമത്തെ ആയത്ത്, ആറാഫിലെ 54-ാമത്തെ ആയത്ത്. ഇവിടെയൊക്കെ നമ്മൾക്ക് വായിക്കാൻ കഴിയും ഇതേ പ്രയോഗങ്ങൾ. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്നത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ചും നിയന്ത്രണത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു വിശദമായി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളൊന്ന് നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾക്കൊന്ന്, ഇപ്പം ഞാൻ ആയത്ത് നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കത് ഉപകരിക്കും. ഏതായാലും അർഷിൻ്റെ ഉടമയായ റബ്ബ് എന്ത് ചെയ്യുന്നു? ഈ ലോകത്തുള്ള എല്ലാ കാര്യവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാം റബ്ബിൻ്റെ ഉടമസ്ഥാവകാശത്തിലാണ്. ആരും ഒന്നും ഇവിടെ നിയന്ത്രിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് എന്താ? കോഴിക്കോടുള്ള ആളാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്, അല്ലേ? ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. പക്ഷേ അതിൻ്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഇവിടെ, ഇപ്പം മഴ, അത് ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ കാഹളം കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സൂറന്ന കാഹളത്തിൽ ഊതുന്ന മലക്കുണ്ട്, കാറ്റ്, അതുപോലെ തന്നെ മഴ തുടങ്ങിയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, മനുഷ്യന്മാരെ മരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മലക്കുകളുണ്ട്. ഇപ്പം ലോകത്ത് ചില കാര്യങ്ങൾ അള്ളാഹു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇങ്ങനെ ആരെയും ഏൽപ്പിക്കാത്തൊരു കാലമാണ് ഇത് പരലോകം. അവിടെ മറ്റൊരാളിലേക്കും ഒന്നും ഏൽപ്പിക്കില്ല, എല്ലാം അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ടാണ് അനിൽ മലിക്, ഞാനാണ് രാജാവ്, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരം അറിയുള്ളത്? ഇന്ന് ലോകത്ത് റഹ്മാനായ റബ്ബാണ് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം ഇവിടെ അള്ളാഹുവിൻ്റെ കീഴിലുള്ള മലക്കുകളെ കൊണ്ട് മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ട് ഭൂമിയിൽ. എന്നാൽ പരലോകത്തോ അന്ന് എന്ത് ചെയ്യും? യഅറുജു ഇലൈഹി, റബ്ബിലേക്കാണ് എല്ലാ കാര്യങ്ങളും. അള്ളയാണെന്ന് എല്ലാ നിയന്ത്രണവും, അന്ന് വേറൊരാൾക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് ഒരു വലിയ ചിന്തയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഏതായാലും നിലവിൽ ഭൂമിയിലെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്, അള്ളയാണ്, അല്ലേ? ചിലതൊക്കെ ഈ ഭൂമിയും ആകാശവും പ്രപഞ്ചത്തിൽ നടക്കുന്നതൊക്കെ തമ്മിൽ ബന്ധമുണ്ടല്ലോ. ഇപ്പോൾ മഴ, അത് ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൂര്യരശ്മി, പ്രകാശം, അതുപോലെ തന്നെ വെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയുമായി ബന്ധപ്പെടുന്ന, അല്ലേ? നമ്മൾ മഴ പെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ടല്ലോ. നീരാവി ആയിട്ടൊക്കെ, കാർമേഘം കെട്ടി നിന്നിട്ടൊക്കെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ഈ ഭൂമിയുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന്. അപ്പം അതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന്മാരെ മരിപ്പിക്കുന്നു, അതിൻ്റെ കാര്യകാരണങ്ങൾ നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്ത കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും എന്ത് തന്നെയായാലും ഇത് അള്ളാഹുവിൻ്റെ വ്യവസ്ഥക്ക് കീഴിലാണ് ലോകത്തുള്ള എല്ലാം നടക്കുന്നത്. ഇനി പരലോകത്തേക്ക് ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? എല്ലാം റബ്ബിൻ്റെ കീഴിലാകും. അതോടുകൂടി വേറൊരു വ്യവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്. പിന്നെ ഖിയാമത്തായാൽ പിന്നെ വേറെ കാര്യകാരണ വ്യവസ്ഥകളായിരിക്കും അന്നുണ്ടായിരിക്കുക എന്ന് അമാനി മൗലവി റഹിമഹുല്ലാഹ് എന്ത് ചെയ്യുന്നുണ്ട്? വിശദമായി പറയുന്നുണ്ട്. നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാൻ ശ്രദ്ധിക്കുക. ക്ലാസ് മാത്രം കേൾക്കുകയല്ല, ഒന്ന് വായിച്ചു നോക്കിയാൽ കൂടുതൽ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവും. ഏതായാലും സുഹൃത്തുക്കളെ, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു അതിൻ്റെ അവസാനത്തിൽ നമുക്ക് 6-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, ദാലിക, അപ്രകാരം അള്ളാഹു ആരാകുന്നു? ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ് അള്ളാഹു. അൽ അസീസ്, അള്ളാഹു പ്രതാപശാലിയാൻ, അല്ലെ? അർ റഹീം, കരുണാവാരിധിയാൻ. അള്ളാഹുവിനെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല, പ്രതാപിയാൻ, അല്ലെ? റഹ്മാനായ റബ്ബിനെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത് നമ്മൾ ഉൾക്കൊണ്ടാൽ, ഈ അൽ അസീസ് എന്ന പേര് ഒരു വിശ്വാസി ഉൾക്കൊണ്ടാൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അവന് ഭയമില്ല. അള്ളയാണ് എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ. അതുകൊണ്ട് ആ അള്ളാഹുലേക്ക് കൈകൾ നീട്ടിയാൽ മതി. അള്ളാഹു കാരുണ്യമുള്ളവനാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. പിന്നീട് ആ തെറ്റുകളിൽ നിന്ന് വിരമിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് നമ്മൾ റഹീമായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അസീസായ അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവാണ് എല്ലാറ്റിനെയും അതിജയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ ആയത്ത് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും ഇൻഷാ അള്ളാഹ് നമ്മൾ ഇനി മറ്റു ആയത്തുകൾ അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇവിടെ റഹ്മാനായ റബ്ബിൻ്റെ ഈ തദ്ബീറുമായി അള്ളാഹു നിയന്ത്രിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, അള്ളാഹ് ആലിമുൽ ഗൈബി വശഹാദയാണ്, ദൃശ്യവും അദൃശ്യവും അള്ളാഹു അറിയും. അതുകൊണ്ട് തന്നെ
നമ്മൾ രഹസ്യത്തിലാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും അള്ളാഹുവിന് സമമാണ്. ഒരു പക്ഷേ സൃഷ്ടികൾക്കിടയിൽ അത് ഒളിക്കാനും മറക്കാനുമൊക്കെ ഒരു വകുപ്പാകും. മറ്റാരും അറിയുന്നില്ല ഇരുട്ടാകുമ്പോൾ. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുട്ടും വെളിച്ചവും സമമാണ്. അത് ഉൾക്കൊണ്ട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹിൻ്റെ കണ്ണ് കൂടെയുണ്ട് എന്ന്, അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന്, അള്ളാഹു എന്നെ കേൾക്കുന്നുണ്ട് എന്നൊരു ബോധത്തിലായിരിക്കും അവർ ജീവിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വിശുദ്ധി നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിർത്തുക. കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും പഠിക്കാനും നമ്മൾ സന്നദ്ധത കാണിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖുർആനിൽ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇൽമു വർദ്ധിക്കുന്നതിനനുസരിച്ച് അദബും കർമ്മങ്ങളും അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. വിശുദ്ധ ഖുർആൻ പരലോകത്ത് അനുകൂലമായി സാക്ഷി പറയുന്ന നല്ലൊരവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.